പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഭരണം LDF നിലനിർത്തി. 10ാം വാർഡായ പനങ്കരയിൽ നടന്ന നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ LDFിലെ അമൽരാജ് വിജയിച്ചതോടെയാണ് ഭരണം തുടരാൻ LDFിന് സാഹചര്യമൊരുങ്ങിയത്. 13അംഗ ഭരണസമിതിയിൽ LDFിന്റെ അംഗബലം കേവല ഭൂരിപക്ഷത്തിനൊപ്പമെത്തി. UDFിലെ ബിജി സജിയെ ആണ് അമൽരാജ് പരാജയപ്പെടുത്തിയത്. ഡീൻ കുര്യാക്കോസ് MPയുടെയും മാത്യു കുഴൽനാടൻ MLAയുടെയും പഞ്ചായത്തിൽ UDF വോട്ട് ബാങ്കിൽ ഗണ്യമായ ചോർച്ചയുണ്ടായതാണ് LDFിന് നേട്ടമായത്. പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ LDF ഭരണം തുടരുവാനാണ് ജനങ്ങൾ വിധിയെഴുതിയത്. LDF സ്ഥാനാർത്ഥി അമൽരാജ് 166 വോട്ടിനാണ് ഇവിടെ വിജയിച്ചത്. ഇതോടെ 13അംഗ ഭരണസമിതിയിൽ LDFിന് ഭൂരിപക്ഷമാകുകയും ഭരണം തുടരാൻ അവസരം ലഭിക്കുകയും ചെയ്തു. വിജയം UDFിനായിരുന്നുവെങ്കിൽ LDFിന് ഭരണം നഷ്ടപ്പെടുമായിരുന്നു. അമൽരാജിന് 483 വോട്ടാണ് ലഭിച്ചത്. UDFിനായി മത്സരിച്ച ബിജി സജിക്ക് 317 വോട്ട് നേടുവാനേ കഴിഞ്ഞുള്ളൂ. NDAയുടെ ആര്യ സത്തിന് 45 വോട്ടും AAPയുടെ മരിയ ജോസിന് 16 വോട്ടും മാത്രം. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ LDF അത്യാഹ്ലാദത്തിലാണ്. പ്രകടനവും മധുര വിതരണവും നടത്തിയാണ് അവർ ആഘോഷിച്ചത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി 241 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണ് ഇത്തവണ ആധികാരികമായ ഭൂരിപക്ഷത്തിൽ LDF പിടിച്ചെടുത്തത്. കഴിഞ്ഞ തവണ വിജയിച്ച നിസാർ മുഹമ്മദ് LDFിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യനാക്കപ്പെട്ടതിനാലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDFിന്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയാണ് ഉണ്ടായത്. കോൺഗ്രസിലെ ഒരു വിഭാഗം LDFിന് അനുകൂലമായി വോട്ട് മറിച്ചതായി ആരോപണമുയർന്നിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് MPയുടെയും മാത്യു കുഴൽനാടൻ MLAയുടെയും പഞ്ചായത്തിലാണ് UDF ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത്. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റു 3 ഇടങ്ങളിലും UDF ആണ് വിജയിച്ചത്. GTV ന്യൂസ് കോതമംഗലം.